ഇന്നലെ IPL ഫൈനലിൽ RCB കപ്പ് ഉയർത്തി. ഇത് സത്യം പറഞ്ഞാൽ പലർക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു. കാരണം അവർ വർഷങ്ങളായി കിരീടമില്ലാതെ കളിക്കുന്ന ഒരു ടീമായിരുന്നു. ഈ സീസണിൽ RCBയും പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു ഫൈനൽ. RCBക്ക് ഇത് 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള കിരീടമാണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പും അവർ 3 തവണ ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും കപ്പ് ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. പഞ്ചാബിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ജയിച്ചിരുന്നെങ്കിൽ ആദ്യ കിരീടമായേനെ. അവർക്ക് 2014 റണ്ണേഴ്സ് അപ്പായ ഒരു ചരിത്രമുണ്ടെന്നറിയാം, നമുക്കറിയാവുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ രണ്ട് ടീമുകൾക്കും ചരിത്രപരമായിരുന്നു. RCBയുടെ ഈ വിജയം ഒറ്റ കളിയിലെ മാത്രം മിടുക്കല്ല, ഈ സീസൺ മുഴുവൻ അവർ കഠിനാധ്വാനം ചെയ്തിരുന്നു. അവരുടെ ബാറ്റിംഗ് നിര ഇത്തവണ വളരെ ശക്തമായിരുന്നു. വിരാട് കോഹ്ലി ഈ സീസണിൽ ഉടനീളം മികച്ച ഫോമിലായിരുന്നു. 8 അർദ്ധ സെഞ്ചുറികളോടെ 505 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയുള്ള മത്സരത്തിലുണ്ടായിരുന്നു. അതുപോലെ ഫിൽ സാൾട്ട് പവർ പ്ലേകളിൽ തകർപ്പൻ തുടക്കങ്ങൾ നൽകി. കൂടാതെ രജത് പാടിദാറും മായങ്ക് അഗർവാളും ദിനേശ് കാർത്തിക്കും ഒക്കെ തങ്ങളുടേതായ സംഭാവനകൾ നൽകി. മുൻ സീസണുകളിൽ RCBയുടെ ഒരു പ്രധാന പോരായ്മ ബോളിംഗ് ആയിരുന്നു. പക്ഷെ ഇത്തവണ അത് മാറി. ജോഷ് ഹേസൽവുഡ്, യശ് ദയാൽ, ഭുവനേശ്വർ കുമാർ, കൃണാൽ പാണ്ഡ്യ എന്നിവരൊക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചെറിയ സ്കോറുകൾ പോലും പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞു. ക്യാപ്റ്റനായ രജിത് പാടിദാറിന്റെ ധീരമായ നായകത്വവും ടീമിന് ആത്മവിശ്വാസം നൽകിയെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി ഈ സീസണിൽ ടീം ഒറ്റക്കെട്ടായിരുന്നു എന്ന് തന്നെ പറയണം. ഡ്രസ്സിംഗ് റൂമിലെ മികച്ച അന്തരീക്ഷം കളിക്കാർക്കിടയിൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിച്ചിരിക്കണം. ഇതെല്ലാം കളിക്കളത്തിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്തു. ലീഗ് ഘട്ടത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും അവർ പ്ലേ ഓഫുകളിലും ഫൈനലിലും മികച്ച ഫോമിലെത്തി. ഇത് വിജയത്തിന് നിർണായകമായി. ഇന്നലത്തെ ഫൈനൽ കളിയുടെ വിശകലനം പറയുകയാണെങ്കിൽ, അഹമ്മദാബാദിൽ നടന്ന ഒരു കളിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് ഈ കിരീടം നേടിയത്. നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. പഞ്ചാബ് ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു. RCBക്ക് മികച്ച തുടക്കമായിരുന്നില്ല ലഭിച്ചത്. ഫോമിലായിരുന്ന ഫിൽ സാൾട്ട് പെട്ടെന്ന് പുറത്തായി. വിരാട് കോഹ്ലി ഒരു വശത്ത് പിടിച്ചു നിന്നെങ്കിലും വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. മായങ്ക് അഗർവാൾ, രജത് പാടിദാർ എന്നിവർക്കും ലഭിച്ച തുടക്കങ്ങൾ മുതലെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. അവസാന ഓവറുകളിൽ പഞ്ചാബ് ബൗളർമാരായ അർഷദീപ് സിംഗും കൈൽ ജാംസണും മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് RCBക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് മാത്രമേ നേടാനായുള്ളൂ. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പഞ്ചാബിന് മികച്ച തുടക്കമായിരുന്നു ലഭിച്ചത്. പ്രിയാൻ ഷാരിയും പ്രബിസ്മാൻ സിംഗും ചേർന്ന് വേഗത്തിൽ റൺസ് നേടി. പക്ഷേ ജോഷ് ഹേസൽവുഡ് പ്രിയാൻഷിനെ പുറത്താക്കിയതോടെ കളിയുടെ ഗതി മാറി. തുടർന്ന് പഞ്ചാബ് വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെടുത്തി. ജോഷ് ഇംഗ്ലീഷ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും കൃണാൽ പാണ്ഡ്യയുടെ മികച്ച ബൗളിംഗ് പഞ്ചാബിനെ പ്രതിസന്ധിയിലാക്കി. അവസാനം ശശാങ്ക് സിംഗ് തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി അവസാനം വരെ പൊരുതിയെങ്കിലും ഭുവനേശ്വർ കുമാർ, യശ് ദയാൽ, ഹേസൽവുഡ് എന്നിവരെ കൃത്യമായ ബോളിംഗ് പഞ്ചാബിനെ വിജയത്തിലെത്തിച്ചില്ല. അങ്ങനെ RCB 6 റൺസിന്റെ ആവേശകരമായ വിജയം നേടി. പിന്നെ വിരാട് കോഹ്ലി വിരമിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അതിനുള്ള സാധ്യതകളൊക്കെ റൂമറുകളായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സത്യത്തിൽ വെറും ഒരു ഗോസിപ്പ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നോ T20 ഫോർമാറ്റിൽ നിന്നോ ഉള്ള വിരമിക്കലിനെ കുറിച്ച് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും IPL നിന്ന് വിരമിക്കുന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല. ഈ സീസണിൽ കോഹ്ലി മികച്ച ഫോമിലായിരുന്നുകൊണ്ട് അദ്ദേഹം ഉടൻ IPL നിന്ന് വിരമിക്കാൻ സാധ്യതയില്ല. ചിലർ പറയുന്നത് കേട്ടു, അതായത് കോഹ്ലി റിട്ടയർഡ് ആകുന്നതിൻ്റെ ഭാഗമായി RCB നല്ല രീതിയിൽ കളിച്ചതാണ് എന്നൊക്കെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരു ടീം എന്ന നിലയിൽ എല്ലാവരും കിരീടം നേടാൻ ആഗ്രഹിക്കും. പക്ഷേ കോഹ്ലി RCBക്ക് വേണ്ടി നൽകിയ സംഭാവനകളും ഒരു കിരീടം നേടാനുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആഗ്രഹവും ടീമിന് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ടാകുമെന്നത് തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പ്രകടനവും ടീമിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹം റിട്ടയർഡ് ആകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരു തീരുമാനവും അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല.